എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SNGU ഫസ്റ്റ് സെമസ്റ്റർ സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററിയിലെ ബ്ലോക്ക് 2ലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ സ്ലേവറി? അടിമത്തം എന്നാൽ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയെ മറ്റൊരാൾ സ്വന്തം സ്വത്തായി കണക്കാക്കി നിർബന്ധിതമായി വേതനമില്ലാതെ ജോലി ചെയ്യിപ്പിക്കുന്ന സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയെയാണ് അടിമത്തം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ മറ്റൊരാൾ സ്വന്തം സ്വത്തായി കണക്കാക്കി നിർബന്ധമായി വേതനമില്ലാതെ ജോലി ചെയ്യിക്കുന്ന സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയെയാണ് അടിമത്തം എന്ന് പറയുന്നത്. അടിമകൾക്ക് സ്വാതന്ത്ര്യമോ സ്വത്തവകാശമോ തീരുമാനമെടുക്കാനുള്ള അവകാശമോ ഉണ്ടായിരുന്നില്ല. ഇതാണ് വാട്ട് ഡു യു മീൻ ബൈ സ്ലേവറി എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ ചാറ്റിൽ സ്ലേവറി? ചാറ്റിൽ അടിമത്തം എന്നാൽ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചാറ്റിൽ അടിമത്തം എന്നത് അടിമകളെ യജമാന്റെ സ്വത്തായി കണക്കാക്കുന്ന അടിമത്തത്തിൻ്റെ ഏറ്റവും കഠിനമായ രൂപമാണ്. ഇവരെ വാങ്ങാനും വിൽക്കാനും സമ്മാനിക്കാനും പാരമ്പര്യമായി കൈമാറാനും കഴിയും. അപ്പോൾ ചാറ്റിൽ അടിമത്തം എന്നാൽ അടിമകളെ യജമാന്റെ സ്വത്തായി കണക്കാക്കുന്ന അടിമത്തത്തിൻ്റെ ഏറ്റവും കഠിനമായ രൂപമാണ്. ഇവരെ വാങ്ങാനും വിൽക്കാനും സമ്മാനിക്കാനും പാരമ്പര്യമായി കൈമാറാനും കഴിയും. അപ്പോൾ ഇതാണ് ചാറ്റിൽ സ്ലേവറി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലേവറി. അടിമത്തത്തിൻ്റെ വിവിധ തരങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റതാണ് പിതൃകേന്ദ്ര അടിമത്തം, അതേപോലെ തന്നെ ചരക്ക് അടിമത്തം. പിതൃകേന്ദ്ര അടിമത്തം എന്ന് പറഞ്ഞാൽ കുടുംബത്തെ അടിസ്ഥാനമാക്കിയുള്ള അടിമത്തത്തിൻ്റെ ആദ്യകാല രൂപമാണ്. ഈ രീതിയിൽ അടിമകളെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കണക്കാക്കിയിരുന്നുവെങ്കിലും അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. പ്രധാനമായും ഗാർഹിക ജോലികൾ, കൃഷി, കന്നുകാലി പരിപാലനം തുടങ്ങിയ ജോലികൾക്കായിരുന്നു ഇവരെ ഉപയോഗിച്ചിരുന്നത്. അപ്പം ഈ പിതൃകേന്ദ്ര അടിമത്തത്തിൻ്റെ സവിശേഷതകളാണ്: കുടുംബ കേന്ദ്രീകൃത അടിമത്തം, അടിമകളുടെ എണ്ണം കുറവായിരുന്നു, ഗാർഹികവും കാർഷികവുമായ ജോലികൾ ചെയ്തു, യജമാനുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നുവെങ്കിലും സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. അടുത്തതാണ് ചരക്ക് അടിമത്തം. ചരക്ക് അടിമത്തം എന്നത് അടിമകളെ ഒരു ചരക്ക് അല്ലെങ്കിൽ സ്വത്തായി കണക്കാക്കുന്ന അടിമത്തത്തിൻ്റെ രൂപമാണ്. ചരക്ക് അടിമത്തം എന്നത് അടിമകളെ ഒരു ചരക്ക് അല്ലെങ്കിൽ സ്വത്തായി കണക്കാക്കുന്ന അടിമത്തത്തിൻ്റെ രൂപമാണ്. ഇവരെ വാങ്ങാനും വിൽക്കാനും വാടകയ്ക്ക് നൽകാനും പാരമ്പര്യമായി കൈമാറാനും കഴിയുമായിരുന്നു. അപ്പം ഇവരെ വിൽക്കാനും വാങ്ങാനും വാടകയ്ക്ക് നൽകാനും പാരമ്പര്യമായി കൈമാറാനും കഴിയുമായിരുന്നു. അപ്പം ചരക്ക് അടിമത്തത്തിൻ്റെ സവിശേഷതകളാണ്: അടിമകൾ യജമാന്റെ സ്വത്താണ്, വാങ്ങാനും വിൽക്കാനും കഴിയും, നിയമപരമായ അവകാശങ്ങളില്ല, കൃഷി, ഖനനം, നിർമ്മാണം, തോട്ടങ്ങൾ എന്നിവയിൽ കഠിനാധ്വാനം ചെയ്യിപ്പിച്ചു, അടിമകളുടെ മക്കളും സാധാരണയായി അടിമകളാകുമായിരുന്നു. ഇതാണ് ചരക്ക് അടിമത്തത്തിൻ്റെ സവിശേഷതകൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ട്രേസ് ദി ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് സ്ലേവറി ഇൻ ദി ആൻസിയന്റ് വേൾഡ്. പുരാതന ലോകത്തിലെ അടിമത്തത്തിൻ്റെ ഉത്ഭവവും വളർച്ചയും വിശദീകരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാർഷിക രീതി ഉയർന്നു വന്നപ്പോൾ സാമൂഹിക സാമ്പത്തിക അവസ്ഥയിൽ ഉയർന്ന മാറ്റങ്ങൾ ഉണ്ടാവുകയും ഇത് ചാറ്റിൽ അടിമത്തത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ലോകത്തിലെ ആദ്യത്തെ നഗരരാഷ്ട്രം എന്നറിയപ്പെടുന്ന മെസൊപ്പൊട്ടേമിയൻ നാഗരികതയിൽ അടിമത്വം നിലനിന്നിരുന്നുവെന്ന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ യുദ്ധ തടവുകാരെയാണ് അടിമകളാക്കി കണക്കാക്കിയിരുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് ഇതിൻ്റെ ഉത്ഭവത്തെ കുറിച്ചിട്ടാണ്. അതായത് കാർഷിക രീതി ഉയർന്നു വന്നപ്പോൾ സാമൂഹിക സാമ്പത്തിക അവസ്ഥയിൽ ഉയർന്ന മാറ്റങ്ങൾ ഉണ്ടാവുകയും ഇത് ചാറ്റിൽ അടിമത്തത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ലോകത്തിലെ ആദ്യത്തെ നഗരരാഷ്ട്രം എന്നറിയപ്പെടുന്ന മെസൊപ്പൊട്ടേമിയൻ നാഗരികതയിൽ അടിമത്വം നിലനിന്നിരുന്നുവെന്ന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ യുദ്ധ തടവുകാരെയാണ് അടിമകളാക്കി കണക്കാക്കിയിരുന്നത്. ഇന്ത്യൻ സംസ്കാരം എടുത്തു പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ ദാസ്യം തുടങ്ങിയ പദങ്ങൾ സേവകൻ, അടിമ എന്നിവയ്ക്ക് പകരം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്ഭവം, അതായത് സ്ലേവറി അടിമത്തത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്. ഇനി അതിൻ്റെ വളർച്ച എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. 13ാം നൂറ്റാണ്ടിൽ സുൽത്താൻ ഭരണം നിലവിൽ വന്നത് മുതൽ ഇന്ത്യയിൽ അടിമത്വം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അടിമച്ചരക്കുകൾ പല സ്രോതസ്സുകളും അമേരിക്കൻ വിപ്ലവത്തിൻ്റെ പരോക്ഷമായ അനന്തരഫലമാണ്. ഈ വിപ്ലവം ആഭ്യന്തര അടിമ കച്ചവടത്തിൻ്റെ വികാസത്തിനും കാർഷികോൽപാദനം കുറയുന്നതിനും കാരണമായി.
അപ്പം എന്താണ് ഇതിൻ്റെ വികാസമാണ് പറയുന്നത്. 13-ാം നൂറ്റാണ്ടിൽ സുൽത്താൻ ഭരണം നിലവിൽ വന്നത് മുതൽ ഇന്ത്യയിൽ അടിമത്വം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അടിമച്ചരക്കുകളുടെ പല സ്രോതസ്സുകളും അമേരിക്കൻ വിപ്ലവത്തിൻ്റെ പരോക്ഷമായ അനന്തരഫലങ്ങളാണ്. ഈ വിപ്ലവം ആഭ്യന്തര അടിമ കച്ചവടത്തിൻ്റെ വികാസത്തിനും കാർഷികോൽപാദനം കുറയുന്നതിനും കാരണമായി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ ചേഞ്ചിങ് നാച്ചർ ഓഫ് സ്ലേവറി ഇൻ അനിസൻറ്റ് ആൻഡ് മിഡീവൽ ട്രഡീഷൻ. അതായത് പുരാതന മധ്യ കാലഘട്ടത്തിൽ അടിമത്തത്തിൻ്റെ മാറിയ സ്വഭാവം എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പറയാനായിട്ട് പോകുന്നത് പുരാതന കാലത്ത് അടിമത്തത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. അടിമകളെ യജമാന്റെ സ്വത്തായി കണക്കാക്കി വാങ്ങുകയും വിൽക്കുകയും ചെയ്തു. കൃഷി, ഖനനം, യുദ്ധം, വീടുകളിലെ ജോലികൾ എന്നിവയ്ക്ക് ഉപയോഗിച്ചു. നിയമപരമായ അവകാശങ്ങൾ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അടിമത്തത്തിൽ പുരാതന കാലത്തുണ്ടായ മാറ്റങ്ങൾ. ഇനി പറയുന്നത് മധ്യ കാലഘട്ടത്തിലുണ്ടായ മാറ്റമാണ്. യൂറോപ്പിൽ അടിമത്വം കുറഞ്ഞ് സെർഫ്ഡം വളർന്നു. സെർഫ്ഡം എന്ന് പറഞ്ഞാൽ കൃഷി അടിമ സമ്പ്രദായമാണ്. സെർഫുകൾ ഭൂമിയോട് ബന്ധിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ അവരെ സ്വത്തായി വാങ്ങി വിൽക്കാൻ സാധിക്കില്ലായിരുന്നു. അടിമത്തത്തിൻ്റെ രൂപത്തിൽ മാറ്റം വന്നെങ്കിലും ചൂഷണം തുടർന്നു. ഇത്രയും കാര്യങ്ങളാണ് മധ്യ കാലഘട്ടത്തിൽ ഉണ്ടായത്. പിന്നെ അതേപോലെ തന്നെ ലോകത്ത് ഗാർഹിക സൈനിക ഭരണമേഖലകളിൽ അടിമകളെ ഉപയോഗിച്ചു. ഭരണമേഖലകളിൽ അടിമകളെ ഉപയോഗിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുരാതന കാലത്തും മധ്യ കാലഘട്ടത്തിലും അടിമത്തത്തിൽ വന്ന മാറ്റം. പുരാതന കാലത്ത് ചാറ്റിൽ അടിമത്തത്തിൽ നിന്ന് മധ്യകാലത്ത് സെർഫ് സമ്പ്രദായത്തിലേക്കും മറ്റു രൂപങ്ങളിലേക്കും അടിമത്തം മാറി. അപ്പോൾ പുരാതന കാലത്ത് ചാറ്റിൽ അടിമത്തമാണെങ്കിൽ അത് മധ്യ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ സെർഫ് സമ്പ്രദായത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പുരാതന കാലത്തും മധ്യ കാലഘട്ടത്തിലും ഉണ്ടായ അടിമത്തത്തിൻ്റെ മാറിയ സ്വഭാവം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സാമൈൻ ദി ഹിസ്റ്റോറിക്കൽ വ്യൂ ഓഫ് സ്ലേവറി. അടിമത്തത്തെക്കുറിച്ച് ചരിത്രപരമായ കാഴ്ചപ്പാട് പരിശോധിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. പുരാതന സമൂഹങ്ങളിൽ അടിമത്തം സ്വാഭാവികവും നിയമപരവുമായ ഒരു സ്ഥാപനമായി കണക്കാക്കി. ഗ്രീസ്, റോം തുടങ്ങിയ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ അടിമവേലയെ ആശ്രയിച്ചിരുന്നു. മതപരമായും സാമൂഹികമായും ചില കാലങ്ങളിൽ അടിമത്തത്തെ അംഗീകരിച്ചു. 18-19 നൂറ്റാണ്ടുകളിൽ അടിമത്ത നിരോധന പ്രസ്ഥാനങ്ങൾ ശക്തമായി. ഇന്ന് അടിമത്ത മനുഷ്യാവകാശ ലംഘനവും കുറ്റകൃത്യവുമായി ലോകമെമ്പാടും കണക്കാക്കപ്പെടുന്നു. ചരിത്രത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടിരുന്ന അടിമത്തം ഇന്ന് മനുഷ്യാവകാശങ്ങൾക്കും സമത്വത്തിനും വിരുദ്ധമായ സാമൂഹിക തിന്മയായി ലോകം വിലയിരുത്തുന്നു. അപ്പോൾ ഇത്രയാണ് അടിമത്തത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ കാഴ്ചപ്പാട്. എന്തൊക്കെയാണ്? പുരാതന സമൂഹങ്ങളിൽ അടിമത്തം സ്വാഭാവികവും നിയമപരവുമായ ഒരു സ്ഥാപനമായി കണക്കാക്കി. ഗ്രീസ് റോം രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ അടിമ വേലയെ ആശ്രയിച്ചിരുന്നു. മതപരമായും സാമൂഹികമായും ചില കാലങ്ങളിൽ അടിമത്തത്തെ അംഗീകരിച്ചു. 18-19 നൂറ്റാണ്ടുകളിൽ അടിമത്ത നിരോധന പ്രസ്ഥാനങ്ങൾ ശക്തമായി. ഇന്ന് അടിമത്തം മനുഷ്യാവകാശ ലംഘനവും കുറ്റകൃത്യവുമായി ലോകമെമ്പാടും കണക്കാക്കപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മാന്യൂമിഷൻ? മാന്യൂമിഷൻ എന്നാൽ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മാന്യൂമിഷൻ എന്നത് യജമാനൻ തൻ്റെ അടിമയ്ക്ക് നിയമപരമായി സ്വാതന്ത്ര്യം നൽകുന്ന പ്രക്രിയയാണ്. അപ്പം യജമാനൻ തൻ്റെ അടിമയ്ക്ക് നിയമപരമായി സ്വാതന്ത്ര്യം നൽകുന്ന പ്രക്രിയയാണ് മാന്യൂമിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂണിറ്റ് 2-ലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കമ്പയർ ആൻഡ് അസസ് ദി സ്ലേവ് സിസ്റ്റം ഓഫ് ഗ്രീസ് ആൻഡ് റോം. ഗ്രീസിലെയും റോമ എന്നിവിടങ്ങളിലെ അടിമ വ്യവസ്ഥയെ താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഗ്രീസിലെ അടിമ വ്യവസ്ഥയാണ് ആദ്യം പറയുന്നത്. അടിമകളെ യുദ്ധ തടവുകാരിൽ നിന്നും വിദേശികളിൽ നിന്നും ലഭിച്ചിരുന്നു. കൃഷി, ഗാർഹിക ജോലി, ഖനനം, കരകൗശല മേഖലകൾ എന്നിവയിൽ ജോലി ചെയ്തു. ഏഥൻസിൽ അടിമകളെ ഖനികളിലും വീടുകളിലും വ്യാപകമായി ഉപയോഗിച്ചു. സ്പാർട്ടയിൽ ഹാലോട്ടുകൾ എന്ന കാർഷിക അടിമകളായിരുന്നു പ്രധാന തൊഴിൽ ശക്തി. അടിമകൾക്ക് രാഷ്ട്രീയ അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതാണ് ഗ്രീസിലെ അടിമ വ്യവസ്ഥ. ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത് റോമിലെ അടിമ വ്യവസ്ഥയാണ്. യുദ്ധവിജയങ്ങളിലൂടെ വലിയ തോതിൽ അടിമകളെ ലഭിച്ചു. കൃഷി, ഖനനം, നിർമ്മാണം, വീടുകൾ, പൊതുപ്രവർത്തനങ്ങൾ എന്നിവയിൽ ജോലി ചെയ്തു. ചില അടിമകൾക്ക് മാന്യൂമിഷൻ വഴി സ്വാതന്ത്ര്യം ലഭിച്ചു. റോമിൻ്റെ സമ്പദ് വ്യവസ്ഥ അടിമവേലയെ വളരെ കൂടുതലായി ആശ്രയിച്ചിരുന്നു. ഇതാണ് റോമിലെ അടിമ വ്യവസ്ഥ.
ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കമ്പയർ ആൻഡ് അസസ് ദി സ്ലേവ് സിസ്റ്റം ഓഫ് ഗ്രീസ് ആൻഡ് റോം എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ റോമിലെ അടിമ വ്യവസ്ഥ എന്താണെന്ന് എഴുതാം, അതേപോലെ തന്നെ ഗ്രീസിലെ അടിമ വ്യവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് എഴുതാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ എഴുതേണ്ടത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി വേൾഡ് ഓയിക്കോസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഹൗസ് ഹോൾഡ് എന്നുള്ളതാണ്. ഓയിക്കോസ് എന്നുള്ള വാക്കിൻ്റെ മീനിങ് ഫാമിലി ഹൗസ് ഹോൾഡ് എന്നാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പെലപ്പൊണീഷ്യൻ വാർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പെലപ്പൊണീഷ്യൻ യുദ്ധം എന്നാൽ എന്ത്? ഏതൻസും സ്പാർട്ടയും നടന്ന യുദ്ധമാണ് പെലപ്പൊണീഷ്യൻ യുദ്ധം. ഇതിന് കാരണം ഗ്രീസിലെ ആധിപത്യത്തിനായുള്ള മത്സരമായിരുന്നു. ഇതിൽ സ്പാർട്ട വിജയിക്കുകയും ഏതൻസ് പരാജയപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ പ്രാധാന്യമാണ് ഏതൻസിൻ്റെ ആധിപത്യം അവസാനിച്ചു, ഗ്രീക്ക് നഗര രാജ്യങ്ങൾ ദുർബലമായി. ഇതാണ് യുദ്ധത്തിൻ്റെ പ്രാധാന്യം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ സ്ലേവ് സിസ്റ്റം ഇൻ സ്പാർട്ട. സ്പാർട്ടയിലെ അടിമ വ്യവസ്ഥ വിശദീകരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പുരാതന ഗ്രീസിലെ പ്രധാന നഗര രാജ്യമായ സ്പാർട്ട സൈനിക ശക്തിക്ക് പ്രസിദ്ധമായിരുന്നു. സ്പാർട്ടയിലെ അടിമകളെ ഹാലോട്ടുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഈ ഹാലോട്ടുകൾ എന്നാൽ എന്തെന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. സ്പാർട്ടയുടെ ഉടമസ്ഥയിലുള്ള അടിമകളായിരുന്നു ഹാലോട്ടുകൾ. പ്രധാനമായും മെസീനിയ പ്രദേശം കീഴടക്കിയപ്പോൾ പിടിച്ചവരായിരുന്നു. ഭൂമിയിൽ കൃഷി ചെയ്യുകയും വിളവിൻ്റെ ഒരു ഭാഗം സ്പാർട്ടൻ പൗരന്മാർക്ക് നൽകുകയും ചെയ്തു. ഇതാണ് ഹാലോട്ടുകൾ. ഇനി സ്പാർട്ടയിലെ അടിമ വ്യവസ്ഥയുടെ സവിശേഷതകളാണ് പറയാനായിട്ട് പോകുന്നത്. ഹാലോട്ടുകൾക്ക് വ്യക്തി സ്വാതന്ത്ര്യമില്ലായിരുന്നു, ഭൂമിയോട് ബന്ധിക്കപ്പെട്ടവരായിരുന്നു, ഇഷ്ടാനുസരണം സ്ഥലം മാറാൻ കഴിയില്ല, കൃഷിയാണ് പ്രധാന ജോലി. ഹാലോട്ടുകൾ പലപ്പോഴും ക്രൂരമായ പീഡനങ്ങൾ നേരിട്ടു. കലാപം തടയാൻ സ്പാർട്ടൻ ഭരണകൂടം കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. സ്പാർട്ടൻ സൈനികരുടെ ജീവിതം നിലനിർത്താൻ ഹാലോട്ടുകളുടെ തൊഴിൽ അനിവാര്യമായിരുന്നു. അപ്പോൾ ഇതാണ് സ്പാർട്ടയിലെ അടിമ വ്യവസ്ഥയുടെ സവിശേഷതകൾ. ഹാലോട്ടുകൾക്ക് വ്യക്തി സ്വാതന്ത്ര്യമില്ലായിരുന്നു, ഭൂമിയോട് ബന്ധിക്കപ്പെട്ടവരായിരുന്നു, കൃഷിയാണ് പ്രധാന ജോലി, സ്പാർട്ടൻ സൈനികരുടെ ജീവിതം നിലനിർത്താൻ ഹാലോട്ടുകൾക്ക് തൊഴിൽ അനിവാര്യമായിരുന്നു, ഹാലോട്ടുകൾ പലപ്പോഴും ക്രൂരമായ പീഡനങ്ങൾ നേരിട്ടു. ഇനി ഇതിൻ്റെ പ്രാധാന്യമാണ് പറയാനായിട്ട് പോകുന്നത്. ഹാലോട്ടുകൾ സ്പാർട്ടയുടെ കാർഷിക ഉൽപാദനത്തിൻ്റെ പ്രധാന തൊഴിലാളികളായിരുന്നു. അവർ കൃഷി ചെയ്തതിനാൽ സ്പാർട്ടൻ പൗരന്മാർക്ക് കൃഷി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതിനാൽ സ്പാർട്ടൻ പൗരന്മാർ സൈനിക പരിശീലനത്തിനും യുദ്ധത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു. ഇതിലൂടെ സ്പാർട്ട ശക്തമായ ഒരു സൈനിക രാഷ്ട്രമായി വളർന്നു. സ്പാർട്ടയുടെ സമ്പദ് വ്യവസ്ഥ നിലനിർത്തുന്നതിലും ഹാലോട്ടുകൾ പ്രധാന പങ്ക് വഹിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്പാർട്ടയുടെ അടിമ വ്യവസ്ഥയുടെ പ്രാധാന്യം. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് റോമൻ സ്ലേവ് ഹോൾഡർ സിസ്റ്റം. റോമൻ അടിമ ഉടമസ്ഥ വ്യവസ്ഥയുടെ സവിശേഷതകൾ എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പുരാതന റോമിലെ സാമൂഹികവും സാമ്പത്തികവുമായ വ്യവസ്ഥയുടെ പ്രധാന അടിത്തറയായിരുന്നു അടിമത്വം. യുദ്ധങ്ങളിൽ പിടിക്കപ്പെട്ടവരെയും വിദേശികളെയും പ്രധാനമായും അടിമകളാക്കി. റോമൻ സമൂഹത്തിൽ അടിമകളെ യജമാന്റെ സ്വത്തായി കണക്കാക്കിയിരുന്നു. അവരെ വാങ്ങാനും വിൽക്കാനും സമ്മാനിക്കാനും പാരമ്പര്യമായി കൈമാറാനും കഴിയുമായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ വിജയയുദ്ധങ്ങളിലൂടെ വലിയ തോതിൽ അടിമകളെ ലഭിച്ചു. ഈ അടിമകളെ കൃഷി, ഖനനം, നിർമ്മാണം, കരകൗശലം, ഗാർഹിക ജോലികൾ, പൊതുപ്രവർത്തനങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്യിപ്പിച്ചു. അടിമകൾക്ക് രാഷ്ട്രീയമോ നിയമപരമായോ അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. യജമാന്മാർക്ക് അവരെ കഠിനമായി ശിക്ഷിക്കാനും പൂർണ്ണ നിയന്ത്രണത്തിൽ വയ്ക്കാനും അധികാരമുണ്ടായിരുന്നു. എന്നിരുന്നാലും വിശ്വസ്തമായ സേവനത്തിന് പ്രതിഫലമായി ചില അടിമകൾ മാനുമിഷൻ വഴി സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. റോമിന്റെ കാർഷികം, വ്യവസായം, വ്യാപാരം എന്നിവയുടെ വളർച്ചയ്ക്ക് അടിമവേല നിർണായക പങ്ക് വഹിച്ചു. അതിനാൽ റോമൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന അധിഷ്ഠാനമായിരുന്നു അടിമത്വം. എന്നാൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിച്ച ചൂഷണപരമായ ഒരു വ്യവസ്ഥയായതിനാൽ ഇന്ന് അത് മനുഷ്യാവകാശ ലംഘനമായി കണക്കാക്കപ്പെടുന്നു. ഇതാണ് ഡിസ്ക്രൈബ് ദി ഫീച്ചേഴ്സ് ഓഫ് റോമൻ സ്ലേവ് ഹോൾഡർ സിസ്റ്റം എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് അനലൈസ് ദി മാനുമിഷൻ മോഡ് ഓഫ് റോം. റോമിലെ മാനുമിഷൻ സംവിധാനം വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് മാനുമിഷൻ എന്താണെന്ന് എഴുതണം. മാനുമിഷൻ എന്നത് റോമൻ യജമാനൻ തൻ്റെ അടിമയ്ക്ക് നിയമപരമായ സ്വാതന്ത്ര്യം നൽകുന്ന പ്രക്രിയയാണ്. ഇതിന്റെ സവിശേഷതകളാണ് ഇനി പറയുന്നത്. യജമാന്റെ തീരുമാനപ്രകാരം അടിമയെ മോചിപ്പിക്കാം.
വിശ്വസ്തമായ സേവനത്തിന് പ്രതിഫലമായി സ്വാതന്ത്ര്യം ലഭിക്കാറുണ്ടായിരുന്നു. ചില അടിമകൾ പണം നൽകി സ്വന്തം സ്വാതന്ത്ര്യം വാങ്ങി. മോചിതരായവർക്ക് ചില പൗരാവകാശങ്ങൾ ലഭിച്ചെങ്കിലും പൂർണ്ണ രാഷ്ട്രീയ അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർ മുൻ യജമാനോട് ചില ബാധ്യതകൾ തുടർന്നും പാലിക്കേണ്ടി വന്നു. ഇതിൻ്റെ പ്രാധാന്യമാണ് പറയാനായിട്ട് പോകുന്നത്. നല്ല സേവനത്തിന് പ്രോത്സാഹനം ലഭിച്ചു. ചില അടിമകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റത്തിന് അവസരം ലഭിച്ചു. റോമൻ സമൂഹത്തിൽ സാമൂഹിക ചലനത്തിന് ഇത് സഹായകമായി. അപ്പം റോമിലെ മാനുമിഷൻ സംവിധാനം വിശകലനം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ സവിശേഷതകൾ എഴുതണം, എന്നിട്ട് അതിൻ്റെ പ്രാധാന്യം എഴുതണം. ഇതിൻ്റെ സവിശേഷതകളാണ്: യജമാൻ്റെ തീരുമാനപ്രകാരം അടിമയെ മോചിപ്പിക്കാം. വിശ്വസ്തമായ സേവനത്തിന് പ്രതിഫലമായി സ്വാതന്ത്ര്യം ലഭിക്കാറുണ്ടായിരുന്നു. ചില അടിമകൾ പണം നൽകി സ്വന്തം സ്വാതന്ത്ര്യം വാങ്ങി. മോചിതരായവർക്ക് ചില പൗരാവകാശങ്ങൾ ലഭിച്ചെങ്കിലും പൂർണ്ണ രാഷ്ട്രാവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർ മുൻ യജമാനോട് ചില ബാധ്യതകൾ തുടർന്നും പാലിക്കേണ്ടി വന്നിരുന്നു. ഇതിൻ്റെ പ്രാധാന്യമാണ്: നല്ല സേവനത്തിന് പ്രോത്സാഹനം ലഭിച്ചു. ചില അടിമകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റത്തിന് അവസരം ലഭിച്ചു. റോമൻ സമൂഹത്തിൽ സാമൂഹിക ചലനത്തിന് ഇത് സഹായകമായി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: ഡിസ്കസ് ദി ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ഡിക്ലൈൻ ഓഫ് സ്ലേവറി ഇൻ ഗ്രീസ് ആൻഡ് റോം. ഗ്രീസ്, റോം എന്നിവിടങ്ങളിലെ അടിമത്തം ക്ഷയിക്കാൻ കാരണമായ ഘടകങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പിന്നെ അതാണ് പറയാനായിട്ട് പോകുന്ന കാരണമായ ഘടകങ്ങളാണ്: യുദ്ധവിജയങ്ങൾ കുറഞ്ഞത്, അടിമ കലാപങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, കൊളോണസ് സമ്പ്രദായത്തിൻ്റെ വളർച്ച, റോമൻ സാമ്രാജ്യത്തിൻ്റെ പതനം. ഈ 5 കാര്യങ്ങളാണ് ഗ്രീസ്, റോം എന്നിവിടങ്ങളിലെ അടിമത്തം ക്ഷയിക്കാൻ കാരണമായ ഘടകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സ്ലേവ് റെസിസ്റ്റൻസ് ഇൻ ആൻസിയന്റ് റോം. പുരാതന റോമിലെ അടിമകളുടെ പ്രതിരോധം വിശദീകരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പുരാതന റോമിൽ അടിമകൾ കടുത്ത ചൂഷണത്തിനും പീഡനത്തിനും ഇരയായിരുന്നു. സ്വാതന്ത്ര്യവും മെച്ചപ്പെട്ട ജീവിതവും നേടുന്നതിനായി അവർ പല രീതികളിൽ പ്രതിരോധം നടത്തി. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രതിരോധം നടത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. യജമാന്റെ ഉത്തരവുകൾ അനുസരിക്കാതിരിക്കുക, ജോലിയിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തുക, ഒളിച്ചോടുക, സംഘടിത കലാപങ്ങൾ നടത്തുക. അങ്ങനെ ഉണ്ടായ സംഘടിത കലാപമാണ് സ്പാർട്ടക്കസ് കലാപം. സ്പാർട്ടക്കസ് കലാപം എന്ന് പറഞ്ഞാൽ റോമിലെ ഏറ്റവും പ്രസിദ്ധവും ഏറ്റവും വലിയതുമായ അടിമ കലാപമാണ് സ്പാർട്ടക്കസ് കലാപം. സ്പാർട്ടക്കസ് എന്ന ഗ്ലാഡിയേറ്ററുടെ നേതൃത്വത്തിലായിരുന്നു ഈ കലാപം. സ്വാതന്ത്ര്യം നേടുക എന്നതായിരുന്നു കലാപത്തിന്റെ പ്രധാന ലക്ഷ്യം. തുടക്കത്തിൽ കലാപകാരികൾ നിരവധി വിജയങ്ങൾ നേടിയെങ്കിലും അവസാനം റോമൻ സൈന്യം കലാപം അടിച്ചമർത്തി. സ്പാർട്ടക്കസും നിരവധി അടിമകളും കൊല്ലപ്പെട്ടു. സ്പാർട്ടക്കസ് കലാപത്തിന്റെ പ്രാധാന്യമാണ് പറയാനായിട്ട് പോകുന്നത്. സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിന്റെ പ്രതീകം. റോമൻ അടിമ വ്യവസ്ഥയുടെ ദൗർബല്യങ്ങൾ വെളിപ്പെടുത്തി അടിമത്ത വിരുദ്ധ ആശയങ്ങൾക്ക് പ്രചോദനം നൽകി. ഇതാണ് ഇതിൻ്റെ പ്രാധാന്യം. സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൻ്റെ പ്രതീകം. റോമൻ അടിമ വ്യവസ്ഥയുടെ ദൗർബല്യങ്ങൾ വെളിപ്പെടുത്തി അടിമത്ത വിരുദ്ധ ആശയങ്ങൾക്ക് പ്രചോദനം നൽകി. ഇതാണ് സ്പാർട്ടക്കസ് കലാപത്തിൻ്റെ പ്രാധാന്യങ്ങൾ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂണിറ്റ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ഡിസ്കസ് ദി എക്കണോമിക് ആസ്പെക്ട്സ് ഓഫ് പ്ലാന്റേഷൻ സ്ലേവറി ഇൻ അമേരിക്ക. അമേരിക്കയിലെ പ്ലാന്റേഷൻ അടിമത്തത്തിൻ്റെ സാമ്പത്തിക വശങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വാണിജ്യ വിളകളുടെ ഉൽപ്പാദനം. പരുത്തി, കരിമ്പ്, പുകയില, കാപ്പി തുടങ്ങിയ വിളകൾ കൃഷി ചെയ്തു. ഇവ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്ത് വലിയ ലാഭം നേടി. കുറഞ്ഞ ഉൽപ്പാദന ചെലവ്. അടിമകൾക്ക് വേതനം നൽകേണ്ടതില്ലായിരുന്നു. അതിനാൽ ഉൽപ്പാദന ചെലവ് കുറയുകയും ലാഭം വർദ്ധിക്കുകയും ചെയ്തു. പ്ലാന്റേഷൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച. വലിയ ഭൂവുടമകൾ സമ്പന്നരായി. പ്ലാന്റേഷൻ കൃഷി അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകമായി. അറ്റ്ലാന്റിക് അടിമ കച്ചവടം. ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. ഇത് അന്തർദേശീയ വ്യാപാരത്തിൻ്റെ പ്രധാന ഭാഗമായിരുന്നു. വ്യവസായ വളർച്ചയ്ക്ക് സഹായം. പരുത്തി പോലുള്ള അസംസ്കൃത വസ്തുക്കൾ യൂറോപ്യൻ വ്യവസായങ്ങൾക്ക് ലഭിച്ചു. വ്യവസായ വിപ്ലവത്തിൻ്റെ വളർച്ചയ്ക്ക് ഇത് സഹായകമായി. സാമ്പത്തിക അസമത്വം. വലിയ ഭൂവുടമകൾ കൂടുതൽ സമ്പന്നരായി. അടിമകൾ കടുത്ത ചൂഷണത്തിനും മനുഷ്യാവകാശ ലംഘനത്തിനും ഇരയായി. ഇതാണ് അമേരിക്കയിലെ പ്ലാന്റേഷൻ അടിമത്തത്തിൻ്റെ സാമ്പത്തിക വശങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: ഹൗ ഡിഡ് ടെക്നോളജി ഇൻഫ്ലുവൻസ് ദി സ്ലേവറി. സാങ്കേതിക വിദ്യ അടിമത്തത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാർഷികോൽപാദനം വർദ്ധിച്ചു. പ്ലാന്റേഷൻ കൃഷിയുടെ വികസനം. ഗതാഗത സാങ്കേതിക വിദ്യ. വ്യവസായ വിപ്ലവം. അടിമത്തത്തിൻ്റെ ക്ഷയം. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: വാട്ട് ഈസ് എ സിസ്റ്റം ഓഫ് സ്ലേവറി ബിൽഡ് ദി കൊളോണിയൽ എക്കണോമി. കൊളോണിയൽ സമ്പദ് വ്യവസ്ഥയെ അടിമത്തം രൂപപ്പെടുത്തിയ ഇതാണ് ചോദിക്കുന്നത്.
പരുത്തി, കരിമ്പ്, പുകയില, കാപ്പി തുടങ്ങിയ വാണിജ്യ വിളകൾ കൃഷി ചെയ്തു. പ്ലാന്റേഷൻ കൃഷി പൂർണ്ണമായി അടിമവേലയെ ആശ്രയിച്ചു. അടിമകൾക്ക് വേതനം നൽകേണ്ടതില്ലായിരുന്നു. ഉൽപാദന ചെലവ് കുറഞ്ഞ് കോളനി ഉടമകൾക്ക് വലിയ ലാഭം ലഭിച്ചു. കോളനികളിൽ ഉൽപ്പാദിച്ച വസ്തുക്കൾ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തു. യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്പത്തും വ്യാപാരവും വർദ്ധിച്ചു. ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. ഈ വ്യാപാരം കൊളോണിയൽ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഘടകമായി. പ്ലാന്റേഷനുകളിൽ നിന്നുള്ള പരുത്തി പോലുള്ള അസംസ്കൃത വസ്തുക്കൾ യൂറോപ്യൻ വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിച്ചു. കോളനി ഉടമകളും പ്ലാന്റേഷൻ ഉടമകളും സമ്പന്നരായി. അടിമകൾ കടുത്ത ചൂഷണത്തിനും മനുഷ്യാവകാശ ലംഘനത്തിനും ഇരയായി. ഇതാണ് കൊളോണിയൽ സമ്പദ് വ്യവസ്ഥയെ അടിമത്തം രൂപപ്പെടുത്തിയ വിധം എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി കോസസ് ഓഫ് ദി ഡിക്ലൈൻ ഓഫ് സ്ലേവറി ഇൻ അമേരിക്ക. അമേരിക്കയിലെ അടിമത്തം ക്ഷയിക്കാൻ കാരണങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അടിമത്ത നിരോധന പ്രസ്ഥാനം, മനുഷ്യാവകാശ ആശയങ്ങളുടെ വളർച്ച, അമേരിക്കൻ ആഭ്യന്തര യുദ്ധം, വിമോചന പ്രഖ്യാപനം, അമേരിക്കൻ ഭരണഘടനയുടെ 13ാം ഭേദഗതി, വ്യവസായവൽക്കരണം. ഈ കാരണങ്ങളാണ് അമേരിക്കയിലെ അടിമത്തം ക്ഷയിക്കാനുള്ള കാരണങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സിവിൽ വാർ. അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിൻ്റെ പ്രാധാന്യം വിലയിരുത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അമേരിക്കൻ ആഭ്യന്തര യുദ്ധം അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ്. വടക്കൻ സംസ്ഥാനങ്ങളും തെക്കൻ സംസ്ഥാനങ്ങളും തമ്മിലായിരുന്നു ഈ യുദ്ധം. അടിമത്തം, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ, സാമ്പത്തിക താൽപ്പര്യങ്ങൾ എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഇതിന് പ്രാധാന്യമാണ് പറയുന്നത്. ആഭ്യന്തര യുദ്ധത്തിലെ വിജയത്തെ തുടർന്ന് അമേരിക്കയിലെ അടിമത്തം അവസാനിക്കപ്പെട്ടു. 1865 13ാം ഭരണഘടന ഭേദഗതി അടിമത്തം നിയമപരമായി നിരോധിച്ചു. വടക്കൻ സംസ്ഥാനങ്ങളുടെ വിജയം അമേരിക്കയെ വീണ്ടും ഒരു ഏകീകൃത രാഷ്ട്രമാക്കി. അടിമകൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. സമത്വത്തിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെയും ആശയങ്ങൾ ശക്തിപ്പെട്ടു. വ്യവസായവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. കൂലിത്തൊഴിൽ വ്യാപകമായി. കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം ശക്തിപ്പെട്ടു. അമേരിക്കയുടെ ജനാധിപത്യ വ്യവസ്ഥ കൂടുതൽ ഉറപ്പിച്ചു. ഇതാണ് ഈ ആഭ്യന്തര യുദ്ധത്തിൻ്റെ പ്രാധാന്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റ് എ കോംപ്രഹെൻസീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എബ്രഹാം ലിങ്കൺ റോൾ ഇൻ എംപാനിസിപ്പേഷൻ ഓഫ് സ്ലേവ്സ്. അടിമത്തം ഇല്ലാതാക്കുന്നതിൽ എബ്രഹാം ലിങ്കണിൻ്റെ പങ്ക് വിലയിരുത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എബ്രഹാം ലിങ്കൺ ചെയ്ത കാര്യങ്ങളാണ്: അടിമത്തത്തിനെതിരെ നിലപാട് സ്വീകരിച്ചു, അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിന് നേതൃത്വം നൽകി, വിമോചന പ്രഖ്യാപനം, 13ാം ഭരണഘടന ഭേദഗതിക്ക് പിന്തുണ നൽകി. ഇത്രയും കാര്യങ്ങളാണ് എബ്രഹാം ലിങ്കണിൻ്റെ പങ്ക്. അടിമത്തം ഇല്ലാതാക്കുന്നതിൽ എബ്രഹാം ലിങ്കണിൻ്റെ പങ്ക്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂണിറ്റ് 4ലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി എക്കണോമി ബിൽഡ് ഓൺ സ്ലേവറി. അടിമത്തത്തെ അടിസ്ഥാനമാക്കിയ സമ്പദ് വ്യവസ്ഥ വിശദീകരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അടിമത്തത്തെ അടിസ്ഥാനമാക്കിയ സമ്പദ് വ്യവസ്ഥ എന്നത് അടിമവേലയെ പ്രധാന തൊഴിലാളി ശക്തിയായി ഉപയോഗിച്ച് ഉൽപാദനവും വ്യാപാരവും നടത്തിയ സമ്പദ് വ്യവസ്ഥയാണ്. പുരാതന ഗ്രീസ്, റോം, അമേരിക്കൻ കോളനികൾ എന്നിവിടങ്ങളിൽ ഈ സമ്പ്രദായം വ്യാപകമായിരുന്നു. ഈ ഖനനം, നിർമ്മാണം, ഗാർഹിക ജോലി എന്നിവയിൽ അടിമകളെ വ്യാപകമായി ഉപയോഗിച്ചു. അമേരിക്കയിലെ വലിയ പ്ലാന്റേഷനുകളിൽ പരുത്തി, കരിമ്പ്, പുകയില, കാപ്പി തുടങ്ങിയ വാണിജ്യ വിളകൾ കൃഷി ചെയ്തിരുന്നത് അടിമകളുടെ അധ്വാനത്തിലൂടെയായിരുന്നു. അടിമകൾക്ക് വേതനം നൽകേണ്ടതില്ലാത്തതിനാൽ ഉൽപാദന ചെലവ് കുറയുകയും ഭൂവുടമകൾക്കും വ്യാപാരികൾക്കും വലിയ ലാഭം ലഭിക്കുകയും ചെയ്തു. പ്ലാന്റേഷനുകളിൽ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തതോടെ വ്യാപാരവും വ്യവസായവും വളർന്നു. എന്നാൽ ഈ സമ്പദ് വ്യവസ്ഥയെ മനുഷ്യ ചൂഷണത്തെ അടിസ്ഥാനമാക്കിയതായിരുന്നു. അടിമകൾക്ക് സ്വാതന്ത്ര്യമോ അവകാശങ്ങളോ ഇല്ലായിരുന്നു. അവർ കഠിനമായ പീഡനത്തിനും ചൂഷണത്തിനും വിധേയരായി. അതിനാൽ അടിമത്തത്തെ അടിസ്ഥാനമാക്കിയ സമ്പദ് വ്യവസ്ഥ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിച്ചെങ്കിലും മനുഷ്യാവകാശങ്ങളെ നിഷേധിച്ച അമാനുഷികമായ ഒരു വ്യവസ്ഥയായാണ് ഇന്ന് വിലയിരുത്തപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് സ്ലേവറി ആൻഡ് സർപ്ലസ് പ്രൊഡക്ഷൻ. അടിമത്തവും മിച്ചോൽപാദനവും വിവരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടിമത്തം എന്താണെന്ന് എഴുതണം, മിച്ചോൽപാദനം എന്താണെന്ന് എഴുതണം, അത് തമ്മിലുള്ള ബന്ധമാണ് എഴുതേണ്ടത്. അടിമത്തം എന്നത് ഒരാൾ മറ്റൊരാളുടെ സ്വത്തായി കണക്കാക്കപ്പെടുകയും യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന സാമൂഹിക വ്യവസ്ഥയാണ്. യുദ്ധ തടവുകാർ, കടം തിരിച്ചടക്കാൻ കഴിയാത്തവർ, അടിമകളുടെ മക്കൾ എന്നിവരെയാണ് പ്രധാനമായും അടിമകളാക്കിയിരുന്നത്. കൃഷി, ഖനനം, നിർമ്മാണം, ഗാർഹിക ജോലി തുടങ്ങിയ മേഖലകളിൽ അടിമകളെ ഉപയോഗിച്ചിരുന്നു. ഈ മിച്ചോൽപാദനം എന്താണെന്ന് എഴുതണം.
മിച്ചോൽപാദനം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ആവശ്യത്തിന് മുകളിലായി ഉൽപ്പാദിക്കപ്പെടുന്ന അധിക ഉൽപ്പാദനത്തെയാണ് മിച്ചോൽപാദനം എന്ന് പറയുന്നത്. കൃഷിയുടെ വളർച്ചയും പുതിയ ഉപകരണങ്ങളുടെ ഉപയോഗം മിച്ചോൽപാദനം വർദ്ധിച്ചു. ഇതിലൂടെ സമ്പത്ത് ശേഖരിക്കാനും വ്യാപാരം വികസിപ്പിക്കാനും സാധിച്ചു. ഇനി അടിമത്തവും മിച്ചോൽപാദനവും തമ്മിലുള്ള ബന്ധം. മിച്ചോൽപാദനം വർദ്ധിച്ചതോടെ കൂടുതൽ തൊഴിലാളികളുടെ ആവശ്യമുണ്ടായി. ഈ ആവശ്യം നിറവേറ്റാൻ അടിമവേല വ്യാപകമായി ഉപയോഗിച്ചു. അടിമകളുടെ അധ്വാനത്തിലൂടെ കൂടുതൽ മിച്ചോൽപാദനം ഉണ്ടായി. ഇതിലൂടെ സ്വകാര്യ സ്വത്ത്, വർഗവിഭജനം, സാമൂഹിക അസമത്വം എന്നിവ ശക്തിപ്പെട്ടു. ഇതാണ് അടിമത്വവും മിച്ചോൽപാദനവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഈ അടിമത്വവും മിച്ചോൽപാദനം വിവരിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ലെഡ് ടു ദി ഡിക്ലൈൻ ഓഫ് സ്ലേവറി? അടിമത്തം ക്ഷയിക്കാൻ കാരണമായ പ്രധാന ഘടകങ്ങൾ എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യുദ്ധങ്ങളുടെ കുറവ്, അടിമ കലാപങ്ങൾ, സാമ്പത്തിക മാറ്റങ്ങൾ, വ്യവസായവൽക്കരണം, മനുഷ്യാവകാശ ആശയങ്ങളുടെ വളർച്ച, മതത്തിന്റെ സ്വാധീനം, അടിമത്ത നിരോധന പ്രസ്ഥാനങ്ങൾ, നിയമപരമായ നിരോധനം. ഇത്രയും കാര്യങ്ങളാണ് അടിമത്തം ക്ഷയിക്കാൻ കാരണമായ പ്രധാന ഘടകങ്ങൾ. എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് സ്ലേവറി ഇൻ സർപ്ലസ് ആൻഡ് അർബണൈസേഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് അടിമത്തത്തിൻ്റെയും മിച്ചോൽപാദനത്തിനും നഗരവൽക്കരണത്തിനുള്ള പങ്ക് എഴുതുക എന്നുള്ളതാണ്. അപ്പം എന്തൊക്കെയാണ്? അടിമകളെ കൃഷി, ഖനനം, കരകൗശലം എന്നിവയിൽ വ്യാപകമായി ഉപയോഗിച്ചു. വേതനം നൽകാതെ ജോലി ചെയ്യിച്ചതിനാൽ കൂടുതൽ മിച്ചോൽപാദനം ലഭിച്ചു. ഈ മിച്ചോൽപാദനം ഭരണാധികാരികൾക്കും ഭൂവുടമകളും സ്വന്തമാക്കി. മിച്ചോൽപാദനം വിപണികളിൽ വിറ്റയച്ച് വ്യാപാരം വികസിച്ചു. ആഭ്യന്തരവും വിദേശവുമായ വ്യാപാരം വർദ്ധിച്ചു. മിച്ചോൽപാദനം നഗരങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായി. വ്യാപാര കേന്ദ്രങ്ങൾ, തുറമുഖങ്ങൾ, ഭരണകേന്ദ്രങ്ങൾ എന്നിവ വികസിച്ചു. കൃഷി, വ്യവസായം, വ്യാപാരം എന്നിവ ശക്തിപ്പെട്ടു. ഭരണവർഗത്തിൻ്റെയും വ്യാപാരികളുടെയും സമ്പത്ത് വർദ്ധിച്ചു. സമ്പത്ത് കുറച്ച് ആളുകളുടെ കൈകളിൽ കേന്ദ്രീകരിച്ചു. അടിമകൾ കടുത്ത ചൂഷണത്തിനും അവകാശ നിഷേധത്തിനും ഇരയായി. ഇതാണ് അടിമത്തത്തിൻ്റെയും മിച്ചോൽപാദനത്തിൻ്റെയും നഗരവൽക്കരണത്തിനുമുള്ള പങ്ക് എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ബ്ലോക്ക് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഇതെല്ലാവരും നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.